വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. എക്സ് ആൻഡ് വൈയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും പരീക്ഷകളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത അധ്യയന വർഷത്തെ വരവേൽക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെക്കേഷനൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാരാണെന്നറിയാം. പലരും വെക്കേഷന് പോകേണ്ട സ്ഥലങ്ങളും മറ്റൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. മാത്രമല്ല ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ് ആൻഡ് വൈയുടെ ഫൗണ്ടേഷൻ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവർക്കൊക്കെയുള്ള പഠനങ്ങളും ക്ലാസ്സുകളൊക്കെ ഈ വെക്കേഷൻ സമയത്ത് തന്നെ തുടങ്ങുന്നുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ വലുതാവുന്നതിനനുസരിച്ച് നമ്മൾക്ക് അതിൻ്റെ മേലിടേണ്ടി വരുന്ന വർക്കുകളും അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസും വളരെ ബെറ്റർ ആവേണ്ടതുണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുകയും വേണ്ടി വരും. അപ്പം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പലരും ഈ വെക്കേഷൻ സമയത്ത് തന്നെ എങ്ങനെ തന്നെ അപ്സ്കിൽ ചെയ്യാം, തൻ്റെ ഫോക്കസ് ബെറ്റർ ആക്കാം, വരുന്ന അധ്യയന വർഷം എങ്ങനെ ബെറ്ററായിട്ട് ഈ കൊല്ലത്തെക്കാട്ടിലും പെർഫോം ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചലഞ്ചസ് പുതുതായി വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി അതിലേക്ക് പ്രിപ്പയർഡ് ആവുന്ന ഒരു കൂട്ടക്കാരുണ്ടാകും. എനിവേ നിങ്ങളിതിൽ ഏതിൽ പെടുന്ന ആളാണെങ്കിലും നിങ്ങൾ എക്സ് ആൻഡ് വൈയുടെ പാർട്ടായിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു വെൽക്കം കിറ്റ് നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളെ തേടി എത്തിയിട്ടുണ്ടാകും. ഇനി അതല്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നതുമാണ്. അപ്പോൾ അതിൽ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് എക്സ്പ്ലാൻ വൈ സ്റ്റുഡൻസ് ജേണൽ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ഡയറി. അപ്പോൾ ഇത് ഓഫ് കോഴ്സ് നിങ്ങളിൽ പലരും ജേണലിങ് ചെയ്യുന്നവരുണ്ടാകും, ചിലർ ജേണലിങ് അങ്ങനെ ചെയ്യാത്ത ആൾക്കാരുമാണ്. അപ്പോൾ ഈ ജേണലിങ്ങിനെ സംബന്ധിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും കൂടാതെ ഈ എക്സ്പ്ലെയിൻ വൈയിലുള്ള പല പാർട്ടുകളും അത് നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ പഠനങ്ങളിലും മറ്റും, അതുപോലെ നിങ്ങളുടെ ഈ ഒരു എയിം അച്ചീവ് ചെയ്യുന്നിടത്ത് ഇതിന് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഈ വീഡിയോയിൽ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ ചെറിയ കുട്ടികളോടൊക്കെ അവരുടെ ഡ്രീമിനെ പറ്റിയിട്ടും അവർക്ക് എന്താവണം എന്ന് ആഗ്രഹം നമ്മൾ ചോദിച്ച് എഴുതാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എഴുതാനും അതുപോലെ തന്നെ വളരെ സില്ലി ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതി എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഒരു ഭംഗിയില്ലെങ്കിലും ഒരർത്ഥം ഉണ്ടാക്കുന്നില്ലെങ്കിലും ഒരു ചിത്രം വരയ്ക്കാൻ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും കൂടുതലും. നന്നായി കഴിവുണ്ടോ ഇല്ലേ എന്നൊന്നും അവർ ആലോചിക്കില്ല. അവർ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ അവരെന്തെങ്കിലും കുത്തി വരയ്ക്കും. പക്ഷെ നമ്മൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് ഈ എഴുത്തിനോടുള്ള താല്പര്യങ്ങൾ ചിലരിലൊക്കെ കൂടുതലായിട്ടും നമ്മൾ എന്ത് ചെയ്യും, മാറി നിൽക്കുന്നത് കാണും. ഒരു വലിയ ഒരാളോട് അല്ലെങ്കിൽ ഒരു 10ലൊക്കെ പഠിക്കുന്ന ആളോട് എന്താണ് നിൻ്റെ ഡ്രീം ഒന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിയേർഡായിട്ട് എഴുതണ്ടേ, അങ്ങനെ ഒരു ക്ലീഷേ പോലെയൊക്കെ തോന്നാം. അങ്ങനെ തോന്നിയപ്പോൾ എനിക്കും പേഴ്സണലായിട്ട് ഞാനൊക്കെ അങ്ങനെ തോന്നിയിരുന്ന ആളുകളാണ്. അപ്പം എന്താണ് ഒരു എഴുത്ത്? ജസ്റ്റ് നമ്മുടെ തോട്ടിലുള്ള ചിന്തകളിലുള്ള ഒരു സാധനം തന്നെയാണല്ലോ, പിന്നെ എന്തിനാണത് എഴുതുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അപ്പോൾ ഒരു എഴുത്ത് എങ്ങനെയാണ് നിങ്ങളെ മാറ്റാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എക്സ്പ്ലെയിൻ വൈയുടെ ഈ ജേണലിലൂടെ ഇതിൻ്റെ ഓരോ പേജുകളിലൂടെയും പോകുന്നതിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് നിങ്ങളുടെ ബിഹേവിയറുകളെ, നിങ്ങളുടെ തോട്ട് പാറ്റേൺസിനെ നിങ്ങൾ എഴുതുമ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. സോ ദിസ് ഈസ് ദ ജേണൽ. ഇതിലെ ഫസ്റ്റ് പേജ് എന്താണെന്ന് നോക്കി നോക്കാം. സോ ഇതിലെ ഫസ്റ്റ് പേജ് നിങ്ങൾക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പേജ് ആയിരിക്കും. നിങ്ങളെ മെൻറ്ററിനെ പറ്റിയിട്ടാണ്. ഓഫ് കോഴ്സ് ഈ എൻ്റെ ജേണിയിൽ നിങ്ങളെ അക്കാദമിക് ജേണിയിൽ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നതും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ മെൻറ്ററാണ്. അപ്പോൾ ആ മെൻറ്ററിനെ പറ്റിയിട്ടുള്ള വളരെ ഹേർട്ടി ആയിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ എഴുതാൻ വേണമെങ്കിൽ അവരുടെ ഒരു പിന്നെന്താണ് പറയുക ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഒട്ടിച്ചുകൊണ്ട് ആ മെൻറ്റേഴ്സിനെ സംബന്ധിച്ച് എന്ത് റോളാണ് അവർ കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇത് എഴുതുന്നതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു കാര്യം നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. എന്താണ് എൻ്റെ ഒരു എയിമിലേക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ എൻ്റെ മെൻറ്ററുടെ റോള് എന്നുള്ളതും എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും ആ സപ്പോർട്ട് എന്നുള്ളതും ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊക്കെ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ ഉള്ളിൽ അൺകോൺഷ്യസ്ലി ഉണ്ടാവുകയും നിങ്ങളുടെ കോൺഫിഡൻസിനെ അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാനും നിങ്ങളുടെ ബിഹേവിയറുകൾ പഠിക്കാനും ചലഞ്ചുകളെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ബിഹേവിയർക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള നിലക്ക് നിങ്ങളുടെ മെൻറ്റർ ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ 6ലും 7ലും 8ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെൻറ്ററിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു നോട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങളൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ജേണലായിട്ട് തന്നെ കീപ്പ് ചെയ്യാം. നിങ്ങളുടെ ഒരു എയിമിലേക്ക്, നിങ്ങളൊരു കരിയർ എയിമിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നത് വരെയുള്ള നിങ്ങളൊരു പേഴ്സണൽ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ജേണലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാം. നിങ്ങളുടെ സ്റ്റഡി പാറ്റേൺസ്, ലേണിംഗ് ഇതൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള എന്തൊക്കെ മെത്തഡോളജീസ് ഉണ്ടോ, അതുപോലെ നമ്മൾ ഷെയർ ചെയ്യും നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ, അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതാണ് ഫസ്റ്റ് പേജ്. അടുത്ത പേജിലേക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇതാരുടെ ഡയറിയാണ്, ഇതാർക്കാണ് ബിലോങ് ചെയ്യുന്നത് എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടാണ്. സോ ഇതിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ടാർഗറ്റ് എക്സാം. അപ്പോൾ ഞാൻ മുന്നേ ഉള്ള വീഡിയോസിൽ നമ്മൾ കൺവേ ചെയ്തിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മൾ കരിയർ പ്ലാനിങ്ങിനെ സംബന്ധിച്ചിട്ട്.
നമ്മളൊരു ജോബ് റോളിനെ എങ്ങനെ കാണണം, അതിൽ നിന്ന് എങ്ങനെ ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ടാർഗറ്റ് എക്സാം എന്താണ്, നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഓഫ് കോഴ്സ് അത് JEE ആയിരിക്കും. അതല്ല നീറ്റ് ആണോ, UPSC ആണോ, എന്താണ് നിങ്ങളുടെ ഒരു കരിയർ എയിമിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെല്ലേണ്ട, ക്രാക്ക് ചെയ്യേണ്ട എക്സാം ഏതാണെന്നുള്ളത് നിങ്ങളിവിടെ എഴുതണം. സോ യു ആർ റൈറ്റിംഗ് വാട്ട് യു ഹാവ് ടു ക്രാക്ക്. ഏതൊരു എക്സാമാണ് നിങ്ങളുടെ ചലഞ്ച് പോയിന്റ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്, എഴുതുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗോള്, ഈ എക്സാം ക്രാക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ചെന്നെത്തിപ്പെടേണ്ട കോഴ്സ് ഏതാണ്, അത് നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഓപ്പർച്യൂണിറ്റീസ്, ആ ജോബ് റോളുകൾ ഏതൊക്കെയാണ്, ഇതാണ് നിങ്ങളുടെ ഗോള്. പിന്നെ അതുപോലെ തന്നെ മൈ ഡ്രീം കോളേജ്, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എത്തിപ്പെടേണ്ട നിങ്ങളുടെ ആ ഇഷ്ടമുള്ള കോളേജ് ഏതാണ്, അത് ഐസർ ആണോ, അതല്ല എയിംസ് ആണോ, അതല്ല IIT ബോംബെ ആണോ, അത് IIIT ഹൈദരാബാദ് ആണോ, എന്താണ് ആ ഒരു ഡ്രീം കോളേജ് എന്ന് പറയുന്നത്. ആ ഡ്രീം കോളേജ് എന്താണെന്ന് നിങ്ങളിവിടെ എന്ത് ചെയ്യുക, എഴുതുക. അതുപോലെ അതിൻ്റെ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചിത്രം വരയ്ക്കാൻ അറിയുന്നവരാണ് ഈ ചിത്രം വരയ്ക്കുക, എന്തെങ്കിലും ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനും കൂടി കൊടുക്കാനുള്ളൊരു സ്ഥലമുണ്ട്. സോ ഇങ്ങനെ എഴുതുന്നതിലൂടെ നിങ്ങളൊരു ഗോളിനെ ഫിക്സ് ചെയ്ത് അതിലേക്ക് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു എഗ്രിമെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യാണ്, സെൽഫിനോട് തന്നെ നടത്തുകയാണ് എഴുതുന്നതിലൂടെ. നമ്മൾ ജസ്റ്റ് ചിന്തിച്ചതുകൊണ്ട് അങ്ങനെ ഒരു എഗ്രിമെൻറ്റ്, ഒരു അസോസിയേഷൻ സാധ്യമാണെന്നില്ല. നമ്മൾ പക്ഷെ അത് റൈറ്റ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ അൺകോൺഷ്യസ്ലി നമ്മൾ അതിനോട് എന്താവുന്നുണ്ട്, അക്കൗണ്ടബിൾ ആവുന്നുണ്ട്. ആ അക്കൗണ്ടബിലിറ്റി എന്ത് ചെയ്യും, നമുക്ക് പഠിക്കാനും ഒരു ഫെയിലിയർ വരുമ്പോൾ, ഒരു ചലഞ്ച് വരുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ള ഒരു തോട്ട് പാറ്റേൺസിനെ ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പേജിൽ നിങ്ങളുടെ ഗോൾസുകളൊക്കെ റൈറ്റ് ഡൗൺ ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായി നമുക്കുള്ളതൊരു മന്ത്ലി പ്ലാനറാണ്. അപ്പോൾ ഈ മന്ത്ലി പ്ലാനറിൽ ഒരു അക്കാദമിക് ഇയറിലുള്ള എല്ലാ മന്തുകളും അതിൻ്റെ ആ മന്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ടാസ്കുകളും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണ് ഈ മന്ത്ലി പ്ലാനർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ പിക്സൽ തിയറി എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്. അപ്പോൾ പിക്സൽ തിയറി എന്ന് പറയുന്നത് എന്താ വെച്ചെങ്കിൽ നിങ്ങളുടെ ഒരു എയിം എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്നൊരു തിയറിയാണത്. അതായത് ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു പിക്ചറിനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു ഫോട്ടോ, വളരെ ഭംഗിയുള്ള ഒരു താഴ്വരയുടെ ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഡിജിറ്റലായിട്ട് നിങ്ങൾ അത് കാണുന്നു, നിങ്ങൾ അതിനെ ഹോളായിട്ട് പെർസീവ് ചെയ്യുന്നുണ്ടെങ്കിലും റിയലി ആ ഒരു ഭംഗിയുള്ള ആ ഒരു പിക്ചറെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് അതിലുള്ള മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സ്ക്വയർ പിക്സൽസ് ആണ്. മില്യൺസോ അല്ലെങ്കിൽ എത്രയോ മില്യൺസ് പിക്സൽസ് ഇങ്ങനെ ഒത്തുചേർന്നിട്ടാണ് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു വാലി ഒരു ഡിജിറ്റൽ ഫ്രെയിമിലൂടെ നിങ്ങൾക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്യൂട്ടിക്ക് ആരെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എത്ര മൈന്യൂട്ട് ആണെങ്കിലും ആ ഒരു ചെറിയ പിക്സൽ പോലും അതിനെന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു എയിം, ഒരു കരിയർ എയിം വെക്കുമ്പോൾ അതിലേക്കുള്ള വർക്കുകൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഈ പിക്സലുകളെ പിക്സലുകളെ ശ്രദ്ധിക്കാതെ ഒരാൾ ആ ഒരു ബ്യൂട്ടിയെ പെർസീവ് ചെയ്യുന്നത് എത്രത്തോളം ഔചിത്യപൂർണ്ണമല്ല എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ ലൈഫിലുള്ള മൈന്യൂട്ടായിട്ടുള്ള ഡേയ്സിനെ വരെ കണക്കാക്കാതെ അതിനെ പരിഗണിക്കാതെ നമ്മളൊരു അക്കാദമിക് ജേണി അല്ലെങ്കിൽ ഒരു എയിം, ഒരു കരിയർ എയിമിനെ വേണ്ടി പണിയെടുക്കുക എന്ന് പറയുന്നതും അതുപോലെ വെട്ടിത്താണ്. അതുകൊണ്ട് തന്നെ ഓരോ മാസത്തിലും നിങ്ങൾക്ക് ഓരോ ഗോളുകൾ വേണം. അപ്പം ആ ഗോളുകൾ എന്താണെന്നുള്ളത് ഒരു അബ്സ്ട്രാക്റ്റ് പോലെ, എനിക്ക് കെമിസ്ട്രിയിൽ അടിപൊളി ആവണം, അല്ലെങ്കിൽ എൻ്റെ കെമിസ്ട്രി പെർഫോമൻസ് ബെറ്റർ ആക്കണം എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് ഒന്നുകൂടി അതിനെ ആക്ഷനബിൾ ആയിട്ടുള്ള ഒരു ഗോളാക്കി മാറ്റാം. എന്താണ് ഈ ആക്ഷനബിൾ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജനുവരി അല്ലെങ്കിൽ അടുത്തൊരു മാസം കൊണ്ട്, മാർച്ച് ഒറ്റ മാസം കൊണ്ട്, അല്ലെങ്കിൽ ഏപ്രിൽ, നിങ്ങളൊരു അക്കാദമിക് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഏപ്രിൽ എന്നുള്ളൊരൊറ്റ മാസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു 30% ഓഫ് ഇന്നൊരു ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തെറോ ആക്കും, അല്ലെങ്കിൽ ഇന്നൊരു സിലബസിന് ഇത്ര പാർട്ട്, അതൊരു കണക്ക് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോമുലേറ്റ്. ഇനിയിപ്പോൾ ടെസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, ടേം എക്സാംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു ടേം എക്സാം കഴിഞ്ഞ് അടുത്ത ടേം എക്സാമിലേക്കുള്ള എൻ്റെ പെർഫോമൻസ് അത് ഞാൻ ഇത്ര % കൂട്ടും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അതിന് പറ്റുന്ന എക്സാമുകളെ പ്ലാൻ ചെയ്യുന്ന ഒരു ഭാഗം വേറെയും വരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഓരോ മന്തിനെയും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീ പ്ലാൻ ചെയ്യണം. അതായത് ജൂണിലേക്കുള്ള പ്ലാനിങ് നിങ്ങൾ എന്ത് ചെയ്യണം, മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നടത്തിയിരിക്കണം. അപ്പം അങ്ങനെ ഓരോ മാസവും നിങ്ങൾക്ക് എഴുതി വരാനുള്ള ആ മാസത്തിലെ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്താണ്, നിങ്ങളുടെ തീം, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന തീം ഏതിലാണ് എന്നുള്ളതൊക്കെ എഴുതി വെക്കാൻ പറ്റുന്ന മന്ത്ലി പ്ലാനറുകളാണ് അടുത്തുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ആ ഒരു ആക്ഷനെ ബൂസ്റ്റ് ചെയ്യും. നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്, അത് അച്ചീവബിൾ ഗോൾ ആകുമ്പോൾ ഒബ്വിയസ്ലി അതിലേക്കുള്ള എഫേർട്ട് ഇടാൻ നിങ്ങൾ എന്ത് ചെയ്യും,
തയ്യാറാകും. ഇതൊരു മോട്ടിവേഷൻ ഫാക്ടറായി മാറും. അടുത്ത ഈ ബുക്കിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ലെറ്റർ ടു ദ ഫ്യൂച്ചർ സെൽഫ്. ഇത് വളരെ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ലെറ്റർ ടു ദ ഫ്യൂച്ചർ സെൽഫ്? ഓഫ് കോഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾ നേടിയെടുത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്, കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ നിങ്ങൾ സമൂഹത്തിലും അതല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയകളിലും വരുത്തുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തിയെന്ന് കരുതുക. അങ്ങനെ ഇരിക്കുന്ന നിങ്ങളിലേക്ക് ഇപ്പോൾ ഉള്ള നിങ്ങളെ സെൽഫ് ഒരു കത്ത് എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും എഴുതുക? അപ്പോൾ അത് വളരെ രസകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ചിട്ട് എന്ത് ചെയ്യണം, വളരെ റോ ആയിട്ട് ഇന്നസെൻ്റ് ആയിട്ട് ഒരു കത്ത് നിങ്ങൾ എഴുതണം. വളരെ പ്രൈവറ്റ് ആക്കി നിങ്ങൾക്ക് ഇത് വെക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ എഴുതാം, നിങ്ങൾക്ക് ചോദിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, കുറേ എഫേർട്ടുകൾ ഇട്ട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയത് അല്ലെങ്കിൽ പാരൻസിൻ്റെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും ഒരു മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലൊക്കെ അത് നിങ്ങൾ മാറ്റിയെടുത്തത്, നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ട് വളരെ പ്രയാസമുള്ള കൺസെപ്റ്റുകൾ പഠിച്ചെടുത്തത്, നിങ്ങൾ എക്സാമിൽ പെർഫോം ചെയ്തത്, അതിൻ്റെ ഒരു ഫ്രൂട്ട് റിസൾട്ട് എത്തി നിൽക്കുന്ന ഒരാളിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു ലെറ്റർ എഴുതാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക, വളരെ ഇന്നസെൻ്റായി എഴുതുക, നിങ്ങളുടെ ഏറ്റവും റോ ഫോമിൽ എന്ത് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക. ഓഫ് കോഴ്സ് ഇത് നിങ്ങൾക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എന്തുകൊണ്ടാണ് അത് ഉണ്ടാകാൻ കാരണം നമ്മൾ ഈ നമ്മുടെ ഫ്യൂച്ചർ സെൽഫിലേക്ക് എത്രത്തോളം കണക്റ്റഡ് ആണോ, അതായത് ഫ്യൂച്ചറിനെ പറ്റി ഒരാൾ തൻ്റെ ഫ്യൂച്ചർ ഇങ്ങനെയൊക്കെ ആവണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഈ ആഗ്രഹത്തിനോടുള്ള ഒരു കണക്ഷൻ പലരിലും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഇത്തരം നിങ്ങൾ എഴുതുന്നതിലൂടെ ഫ്യൂച്ചറുള്ള നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ എലമെൻറ്റുകൾ ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ ഒരു ട്രയറ്റുകൾ ഉണ്ടാകും. അത് നിങ്ങളിൽ ഇപ്പോൾ അത് അസോസിയേറ്റഡ് ആകും. അപ്പം അങ്ങനെ നിങ്ങൾ അസോസിയേറ്റഡ് അത് എഴുതുന്ന സമയം നിങ്ങളത് അൺകോൺഷ്യസ്ലി അസോസിയേറ്റഡ് ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലേക്കുള്ള ഒരു ആക്ഷൻ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഒന്നുകൂടി കൂടുമെന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ റോ ആയിട്ട് ഒരാളുടെ ജഡ്ജ്മെൻറ്റുകളും കാണാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെറ്റർ നിങ്ങൾക്ക് തന്നെ ഫ്യൂച്ചറിലേക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളിത് കീപ്പ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ എയിമുകളൊക്കെ അച്ചീവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ജേണലിൽ ഇത്തരം ഒരു ലെറ്റർ നിങ്ങൾ എഴുതി കീപ്പ് ചെയ്ത് നിങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ലെറ്റർ ടു ദ മൈ ഫ്യൂച്ചർ സെൽഫ് എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒഴിവിട്ടുന്നൊരു സമയത്ത് എഴുതി വെക്കണം. സോ അടുത്തതാണ് ഞാൻ പിന്നെ പറഞ്ഞിട്ടുള്ള ഓരോ സബ്ജക്റ്റുകളുടെയും മാർക്കുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പ്ലാനർ ഉണ്ട്. ഇപ്പോൾ ഇത് കെമിസ്ട്രിയുടെ ആണ്. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പോർഷൻസ് എത്രത്തോളം കംപ്ലീറ്റഡ് ആണ് എന്ന് നോട്ട് ഡൗൺ ചെയ്യാനുള്ള ബയോളജി, ഫിസിക്സ്, അങ്ങനെ ഓരോ സബ്ജക്റ്റ് വൈസ് തന്നെ നോട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇത്തരം മാർക്കുകൾ ഗ്രാഫിലൂടെ നിങ്ങൾ അടയാളപ്പെടുത്തുന്നതിലൂടെ നിങ്ങളിടുന്ന വർക്ക്, അതിൻ്റെ റിസൾട്ട് എന്താണ്, ഔട്ട്കം എന്താണെന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. രണ്ട് കോമ്പണൻസ് ആണ് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്ന്, ഓഫ് കോഴ്സ് നിങ്ങൾ പഠിക്കുന്ന എഫേർട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് മടി, അത് അങ്ങനെയുള്ള ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിലും കൺസിസ്റ്റൻ്റ് ആയി എന്തൊരു എഫേർട്ടാണോ നിങ്ങളുടെ ഒരു എയിം ഡിമാൻഡ് ചെയ്യുന്നത് അതിങ്ങനെ ഇട്ടുപോകുന്നുണ്ട്. ഇത് ഫസ്റ്റ് എലമെൻ്റ് ആണ്. സെക്കൻഡ് എലമെൻറ്റ് മോണിറ്ററിംഗ് ആണ്. നിങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജി, ഇതുവരെ നിങ്ങൾ പഠിക്കുന്ന സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ടോ എന്നുള്ള മോണിറ്ററിങ്. ഇത് രണ്ട് എലമെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ശരിയായൊരു ലേണിംഗ് നടക്കുള്ളൂ. അപ്പോൾ ഈ മോണിറ്ററിംഗ് എന്ന് പറയുന്നൊരു കമ്പോണൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഗ്രാഫ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്ലോട്ട് ഉള്ളത്. ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് ടെസ്റ്റിലൊക്കെ എത്ര വന്നു എന്നൊക്കെയുള്ളത് ഈ ഒരു അക്കാദമിക് ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാഫ് ടോട്ടലായി കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ടേമുകളിലൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫായി മാറും. അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റുകളിലുള്ള ടാസ്കുകൾ, നിങ്ങൾ എത്ര പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി ടിക്ക് ചെയ്ത് പോകണം. കാരണം സിഗാർണിക് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്. അതെന്താ പറയുന്നത് വെച്ചെങ്കിൽ നമ്മളുടെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ ഓർത്ത് വെക്കുന്നതിലായിട്ടും കൂടുതൽ നമ്മളെ അൺകംപ്ലീറ്റഡ് ടാസ്കുകൾ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യും, നമ്മുടെ അറ്റൻഷന് ഗ്രാബ് ചെയ്യും. അപ്പോൾ അൺകംപ്ലീറ്റഡ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാസ്ക് തുടങ്ങി വെച്ചു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മളത് ഫിനിഷ് ചെയ്തില്ല. ഇങ്ങനെ ഒരു ചാപ്റ്റർ നമ്മളുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ട് എന്ന് കരുതുക. മറ്റൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടേ ഇല്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മളെ എഫേർട്ട് കൂടുതലായിട്ടും ഈ തുടങ്ങി പക്ഷെ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ള ഈ ഒരു ചാപ്റ്റർ കൂടുതലായിട്ട് നമ്മൾ അറ്റൻഷൻ്റെ ഗ്രാസ്പ് ചെയ്യുകയും മറ്റേ പാർട്ടിനേക്ക് ശ്രദ്ധിക്കാൻ ഒരു പക്ഷേ നമ്മൾ മറന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ പോർഷൻസ് എത്രത്തോളം കംപ്ലീറ്റഡ് ആവുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ട് ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള മാപ്പ് കിട്ടും.
ഇപ്പോൾ എവിടെ എത്തി, എത്ര പാർട്ട് കഴിഞ്ഞു എന്നുള്ളത്. അതുപോലെ തന്നെ ചില സമയത്തൊക്കെ നിങ്ങൾക്ക് ഈവൻ എന്തെങ്കിലുമൊക്കെ ഒരു എക്സാം പഠിക്കാതൊക്കെ പ്രയാസമുള്ള സമയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങളിത് ഓൾറെഡി കൺസിസ്റ്റൻ്റായി ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളൊരു വളരെ ഏർലി ആയ സമയത്ത് തന്നെ നിങ്ങൾ ഒരു ലോങ് പാർട്ട് ഓഫ് നിങ്ങളുടെ സിലബസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്ലിയർ ചെയ്ത് പോയിട്ടും ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് എന്തുണ്ട് നിങ്ങളുടെ സിലബസ് ട്രാക്ക് ചെയ്യുന്നിടത്തുണ്ട്. അപ്പം അത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ടാബിലൂടെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റും. അപ്പം ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. പിന്നെ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും മാർക്കുകൾ പ്ലോട്ട് ചെയ്യാനുള്ള ഗ്രാഫ് ഉണ്ട്. മാത്സ് പിന്നെ കുറച്ച് വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് കുറച്ച് വലിയ ഗ്രാഫ് തന്നെ മാത്തമാറ്റിക്സിനുണ്ട്. പിന്നുള്ളത് എക്സാം പ്ലാനറാണ്. മറ്റേ നമ്മളുടെ ഒരു മന്ത്ലി പ്ലാനേഴ്സൊക്കെ ആ ഒരു സമയത്തുള്ള നിങ്ങളുടെ സബ്ജക്റ്റുകൾ എന്താണ്, ടെസ്റ്റുകൾ എന്താണെന്നൊക്കെ ബേസിലാണ്. ഇതല്ലാതെ ക്വാർട്ടർലി എക്സാംസ് വരുന്ന സമയത്ത് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ, അപ്പോൾ നിങ്ങൾക്ക് ക്വാർട്ടർലി എക്സാമിൻ്റെ പോർഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെയിം പാറ്റേണിൽ പ്ലാനേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേജാണ് ഇത്. വീണ്ടും മാർക്കുകൾ നോട്ട് ചെയ്യുന്നതാണ്. ഹാഫ് ഇയർലി പ്ലാനർ, വീണ്ടും നിങ്ങൾക്ക് വരുന്ന ഒരു ക്വാർട്ടർലി പ്ലാനർ ഉണ്ട്. പിന്നെ എക്സ്പെക്ട് എക്സാം വരുന്ന സമയത്ത്, എക്സ്പെക്ട് എക്സാം XNY നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റാണ്. അപ്പോൾ അതിൽ ഒരു പ്രയോറിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പഠനത്തിന് നിങ്ങളൊരു ലേണിംഗ് എവിടെ എത്തി എന്നുള്ളത്, ആ എക്സ്പെക്ട് എക്സാം ക്രാക്ക് ചെയ്യുന്നിടത്ത് നിങ്ങളൊരു പോയിന്റ് എന്താണ്, നിങ്ങളൊരു അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ വളരെ വളരെ സിമ്പിളായും കൊണ്ട് നിങ്ങളൊരു വീക്ക് ഏരിയ, നിങ്ങളൊരു സ്ട്രോങ് ഏരിയ, നിങ്ങളവിടെ വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ പെട്ടെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേജാണ്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു നിങ്ങളുടെ ഏരിയാസിലുള്ള ഗ്രാസ്പ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഹോൾഡ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എപ്പോഴും മറന്നു പോകാൻ സാധ്യതയുള്ള കുറേ കോൺസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കോൺസ്റ്റൻസ് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഉള്ള കോൺസ്റ്റൻസുകൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരുന്ന മറക്കാൻ സാധ്യതയുള്ള കോൺസ്റ്റൻറ്റുകളൊക്കെ ഒരു ചാർട്ടായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നോട്ട് ചെയ്യാനും ഒക്കെ അതുപോലെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. പിന്നെ അത് അടുത്തൊരു ഫൺ പാർട്ടാണ്. അതായത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോളേജ് അത് എവിടെയാണ് ഇന്ത്യയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളവിടെ എത്തിപ്പെടുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും, നിങ്ങൾ പോകേണ്ടി വരിക, ട്രെയിനിലാണോ അതുപോലെ ഫ്ലൈറ്റിൽ പോകേണ്ടി വരുമോ, എങ്ങനെയൊക്കെ എന്നുള്ള ഒരു നിങ്ങളുടെ ഡ്രീമിനെ പറ്റിയിട്ട് നിങ്ങളെ ചിന്തിപ്പിക്കാനും ആ ഒരു മോട്ടിവേഷൻ ഫാക്ടറിനെ നിരന്തരം നിലനിർത്താനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലത് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങളുടെ ഒരു ലേണിംഗ് ബിഹേവിയറിനെ ബെറ്റർ ആക്കും. നിങ്ങളുടെ എയിമിലേക്ക് എത്തിപ്പെടാനുള്ള നിങ്ങളുടെ ആ പ്രോസസ്സിലേക്കുള്ള നിങ്ങളുടെ ട്രസ്റ്റിനെ അത് ബിൽഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങളെ ഫൈനൽ എക്സാം പ്ലാനറാണ്. പിന്നെ ഒരു പസിൽ ഉണ്ട്, ക്രോസ് വേർഡ്സ് ഉണ്ട്. ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യുക, എല്ലാവരും ക്രോസ് വേർഡ്സ് ഫില്ല് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രോസ് വേർഡാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഒരു XNYയിലുള്ള അക്കാദമിക് ജേണിയിൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളുണ്ട് എന്നുള്ള ഒരു 25 പോയിന്റുകളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു ജേണി, XNY ജേണി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അതിൽ ഓരോ പോയിന്റുകളും നിങ്ങൾ കവർ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും ഈ ഒരു ജേണിയെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാനും ഒക്കെ സഹായിക്കുന്ന മറ്റൊരു പാർട്ടും കൂടിയാണുള്ളത്. ഫൈനലി ഇതിൽ ഒരു ഡിജിറ്റൽ ടൂൾ ബോക്സ് ഉണ്ട്. ഇത് നിങ്ങളുടെ പഠനത്തെ, നിങ്ങളുടെ ആ ഒരു ലേണിംഗ് ഇൻട്രാക്ഷൻസിനെ ബെറ്റർ ആക്കുന്ന, നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഡിജിറ്റൽ ആയിട്ടുള്ള ടൂൾസുകളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സ്കാൻ ചെയ്താൽ ഇത്തരം ടൂളുകൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതോ നിങ്ങളുടെ ഡിജിറ്റൽ ഇൻ്റർഫേസുകൾ തന്നെ നിങ്ങളുടെ പഠനത്തെ സഹായിക്കുന്ന, നിങ്ങളെ ബെറ്റർ ആയിട്ട് ലേൺ ചെയ്യാനും ഇത്തരം എക്സാമുകൾ ക്രാക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മേഖലയാക്കി നിങ്ങളുടെ ഡിജിറ്റൽ ഇൻ്റർഫേസുകളെ മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ഡിജിറ്റൽ ടൂൾ ബോക്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ബ്ലാങ്ക് പേജസ് ആണ് ഒരുപാട്. അതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്ട്രാറ്റജീസ്, നിങ്ങളുടെ ജേർണലിങ്, ഡെയിലി നിങ്ങൾ എന്തൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, സ്മോളർ ആക്ഷനബിൾ ടാസ്കുകളൊക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ജേർണൽ ഫില്ല് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ അജ്മൽ സാറിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ സയൻസിൻ്റെ ഇൻട്രസ്റ്റിംഗ് എലമെൻറ്റുകളും ഫാക്റ്റുകളും പറഞ്ഞിട്ടുള്ള കോഴ്സുകളുണ്ട്. അതും നിങ്ങളുടെ ഈ ഒരു മോട്ടിവേഷൻ ലേൺ ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ, ആ ഒരു താല്പര്യത്തെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് നിങ്ങളോടൊരു സഹചാരിയായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ, ഒരു ഇൻട്രാക്ഷൻ്റെ, അതുപോലെ തന്നെ സെൽഫ് മോണിറ്റേർഡ് ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ ബിൽഡ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒന്നായിരിക്കും ഈ ജേർണൽ. അതുകൊണ്ട് തന്നെ ഈ ജേർണൽ എല്ലാവരും എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ളൊരു പേഴ്സണൽ ട്രാക്കറാക്കി, ഒരു പേഴ്സണൽ ലേണിംഗ് ട്രാക്കറാക്കിയിട്ട് നിങ്ങൾ ഈ ജേർണൽ മാറ്റുക. നിങ്ങളുടെ എല്ലാവരുടെയും അക്കാദമിക് ജേണികളിലേക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ പഠനങ്ങളിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.